എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ഇളയമ്മയുടെ കോൾ വന്നതായി കാണിച്ചിട്ടാണല്ലോ നിർത്തിയത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഇളയച്ചൻ ഇന്നലെ ശ്രുതി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നല്ല കാര്യമായിട്ട് തന്നെ മറന്നുപോയിട്ടുണ്ട്, നല്ല വൃത്തിക്ക് മറന്നുപോയിട്ടുണ്ട്. കാരണം ഇന്നലെ അദ്ദേഹം കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇളയമ്മയുടെ ഫോൺ വന്ന് സുഖമില്ല എന്ന് പറഞ്ഞ ആൻറ്റിയാണ് വിളിച്ചത്. ഇളയച്ചൻ എത്രയും പെട്ടെന്ന് പോകണമെന്ന് ശ്രുതി പറയുമ്പോൾ ഇളയച്ചൻ ചോദിക്കും ഏത് ഇളയമ്മ എന്ന്. അപ്പോൾ ശ്രുതി പറയും ഇവിടെ വന്ന സന്തോഷത്തിൽ ഇളയച്ചൻ ഇളയമ്മയെ വരെ മറന്നുപോയി. ഇളയമ്മക്ക് നല്ല പനിയാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എത്രയും വേഗം ഇളയച്ചൻ പോകണം എന്ന് പറയുമ്പോൾ ഇളയച്ചൻ പറയും അത് സാരമില്ല, ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം. നിങ്ങൾ എനിക്ക് വേണ്ടി മട്ടൻ്റെ കുറേ ഐറ്റംസൊക്കെ, മട്ടൻ ചപ്സും മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ കഴിച്ചൊരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുമ്പോൾ വീട്ടുകാരൊക്കെ വളരെ അതിശയിച്ചു പോകും. കാരണം സ്വന്തം ഭാര്യയ്ക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് ഇളയച്ചനൊരു കുലുക്കവും ഇല്ലല്ലോ. അപ്പോൾ സച്ചിയും വീട്ടുകാരും അച്ഛനും എല്ലാവരും ഞെട്ടിപ്പോവും. ചന്ദ്ര പറയും ശരിയാ, 2 ദിവസവും കൂടി കഴിഞ്ഞിട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതിക്കൊന്നുകൂടി ടെൻഷനാവും. കാരണം ഒരു ദിവസം കൂടി നിന്ന സച്ചി സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചാലോ. അപ്പോൾ ഇളയച്ചനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്നായി ശ്രുതിക്ക്. ശ്രുതി ഇളയച്ചൻ്റെ കാലിനിട്ട് ആരും കാണാതെ ഒരു ചവിട്ട് കൊടുക്കും. ഇളയച്ചൻ അയ്യോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ കണ്ടോ, ഇളയച്ചൻ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഇളയച്ചൻ ഇളയമ്മക്ക് വയ്യ എന്നോർത്ത് ഇപ്പോഴാണ് സങ്കടം വന്നത്. കരയുന്നത് കണ്ടില്ലേ പാവം, എളുപ്പം പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ഇളയച്ചനെ പറഞ്ഞു വിടാൻ നോക്കുവാണ്. മുറിയിൽ വളരെ വിഷമത്തോടെയാണ് ഇളയച്ചൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത്. ഒരു ദിവസവും കൂടി നിന്നിട്ട് പോട്ടെ ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി ഒരു വകയ്ക്കും സമ്മതിക്കില്ല. കാരണം അറിയാലോ, ശ്രുതിക്ക് പേടിയാണ്. ശ്രുതി പറയും എത്രയും പെട്ടെന്ന് ഇളയച്ചൻ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഇളയച്ചനെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുവാണ്. ഇളയച്ചൻ പെട്ടിയൊക്കെ ചാക്ക് ചുമക്കുന്ന പോലെ കൊണ്ടുവരുമ്പോൾ ഇത് ബാഗാണ് അല്ലാണ്ട് ചാക്കല്ല എന്ന് പറഞ്ഞ് ശ്രുതി ബാഗ് മര്യാദക്ക് പിടിക്കാൻ പറഞ്ഞ് ഇളയച്ചനെ വിളിച്ചുകൊണ്ട് ഹോളിലോട്ട് യാത്ര പറയാൻ വേണ്ടി എല്ലാവരുടെയും യാത്ര പറയാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര വിഷമമാണ്. ഇളയച്ചൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോട്ടെ ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട, ഇളയമ്മക്ക് വയ്യാത്തതുകൊണ്ടല്ലേ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ ഇളയച്ചൻ വളരെ സങ്കടത്തോடு തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. എന്തായാലും ഇളയച്ചനെ വരും ഭാഗങ്ങളിൽ എല്ലാവരും കാര്യമായിട്ട് മിസ് ചെയ്യുന്നു നല്ല ഉറപ്പാണ്. കാരണം ഇളയച്ചനുള്ളപ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റും ഫണ്ണും ആയിരുന്നു. എന്തായാലും ഇളയച്ചൻ ഇനിയും തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇളയച്ചൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സങ്കടമാണ്. ഇളയച്ചൻ പോകണ്ടായിരുന്നു, ഇവിടെ എല്ലാം ഒരുക്കി വെച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറയും ശരിയാ, ഇളയച്ചൻ ഒരു ദിവസവും കൂടി നിന്നിരുന്നെങ്കിൽ കുറച്ച് കള്ളത്തരവും കൂടി ചിലവരുടെ കള്ളത്തരം നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഒന്ന് പേടിക്കുന്നുണ്ട്. ശ്രുതിയേക്കാളും വലിയൊരു ഫ്രോഡ് ഈ വീട്ടിലുണ്ടെന്നാണ് സച്ചി പറയുന്നത്. ഇത് കേട്ട് ശ്രുതിക്ക് ചില സംശയങ്ങളൊക്കെ വന്നു. കാരണം സച്ചിയെല്ലാം മനസ്സിലാക്കിയെന്ന് ശ്രുതി മനസ്സിലാക്കി. എല്ലാവർക്കും അവിടെ നിന്ന് ബോറടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ പറയും നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ നല്ലൊരു ഗെയിം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൊങ്കലൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് കാര്യമായിട്ട് തന്നെ അടിച്ചു പൊളിക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് പദ്ധതികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഹേഷും കൂട്ടുകാരൊക്കെ കൂടി കുറച്ച് ഗെയിമിനുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാം തയ്യാറായി എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് കടന്നു വരികയാണ്. അപ്പോൾ അച്ഛമ്മ പറയും നിങ്ങളെല്ലാവരും പോയി റെഡി ആയിട്ട് വാ, നമുക്ക് ഗെയിം തുടങ്ങാം, നല്ല അടിപൊളി ഗെയിമാണ്, വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിയാണ് ഇതുവരെ എല്ലാ മത്സരത്തിലും ജയിക്കുന്നത്, നല്ല ആക്റ്റീവായിട്ടുള്ള ആൾ. അപ്പോൾ സച്ചിയെ ജയിക്കാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും നല്ല കിടിലം പ്ലാനിങ്ങിലാണ്. വർഷ പറയും രേവതി ചേച്ചി ജയിച്ചാലും കുഴപ്പമില്ല, സച്ചി ജയിക്കുന്നത് കാണാൻ പാടില്ല എന്ന് പറയും. ശ്രുതിയും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം സച്ചിയും രേവതിയും ഒരിക്കലും ജയിക്കരുത്. ചന്ദ്രയ്ക്കും ഇതേ അഭിപ്രായം. ചന്ദ്ര സച്ചിയെ കൂടാതെയുള്ള തൻ്റെ 2 മക്കളെയും മരുമക്കളെയും വിളിച്ചിരുന്ന് ഉപദേശിക്കും. നിങ്ങൾ വേണം ജയിക്കാൻ, സച്ചിയും രേവതിയും ഒരു കാരണവശാലും ജയിക്കരുത്, എന്നിട്ട് വേണം എനിക്ക് അവരുടെ മുമ്പിൽ നല്ല അഭിമാനത്തോടെ നിൽക്കാൻ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ അച്ഛമ്മ അവിടെ നിന്ന് മറഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ഇവരുടെ സംഭാഷണം മാത്രമല്ല, മറ്റേ വർഷയുടെയും ശ്രുതിയുടെയും സംഭാഷണവും അച്ഛമ്മ മറഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ പ്ലാനിങ് ഒക്കെ പൊളിക്കണമെന്ന് തന്നെയായി അച്ഛമ്മക്ക്. അച്ഛമ്മ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഗെയിം ഗ്രൂപ്പായിട്ട് ഈ പെയറായിട്ട് മത്സരിക്കാതെ, അത് കപ്പിൾസായിട്ട് മത്സരിക്കാതെ വേറൊരു ടീം അച്ചാമ്മ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ടീം ലീഡറായി നമ്മുടെ ചന്ദ്രയെയും ഭർത്താവിനെയും നിർത്തും. ചന്ദ്രയുടെ ഹസ്ബൻഡിൻ്റെ ടീമിൽ 3 പെൺമരുമക്കളെയും നിർത്തും, ചന്ദ്രയുടെ ടീമിൽ ആൺമക്കളെയും നിർത്തും. ഇങ്ങനെയാണ് ഗ്രൂപ്പായിട്ട് അച്ചാമ്മ തിരിച്ചത്. ഇതിൽ നല്ല സങ്കടമുണ്ട് ചന്ദ്രയ്ക്ക്. കാരണം ചന്ദ്രയുടെ പ്ലാനിങ് ഒക്കെ അച്ചാമ്മ തകർത്തല്ലോ. ഇനി എന്തായിരിക്കും മത്സരമെന്ന് നമുക്ക് നാളെ കാണാം. ആരുടെ ടീം ജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം. അപ്പോൾ നാളത്തെ എപ്പിസോഡ് ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.